Hi all, welcome to Time for Bank SSC Malayalam YouTube channel. അപ്പോൾ SBI PO, IBPS PO ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് IBPS SO നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനാണ്. എന്താണ് SO? സ്പെഷ്യലൈസ്ഡ് ഓഫീസർ. നിങ്ങൾക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ഒരാൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ബാങ്കിലുള്ളത് നമുക്ക് ഇത് നോക്കാം. ഓക്കെ, അപ്പോൾ IBPS SO 745 ഒഴിവുകളാണ് ഇത്തവണ വിളിച്ചിരിക്കുന്നത്. ഇനി IBPS PO നെ കുറിച്ച് പറയുകയാണെങ്കിൽ 21 ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യാത്തവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. 21 ജൂലൈ വരെയുള്ളൂ, ലാസ്റ്റ് ഡേറ്റിലോട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, എന്ന് വരെ നമുക്ക് SO അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇതിന്റെ പാർട്ടിസിപ്പേറ്റിംഗ് ഓർഗനൈസേഷൻസ്, പിന്നെ ഏകദേശം എത്രത്തോളം അല്ലെങ്കിൽ ടെന്റേറ്റീവ് വേക്കൻസീസ് എത്രയാണ്, ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ PO നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് ഡിസിപ്ലിനിൽ ഡിഗ്രി ഉള്ള ഒരാൾക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ SOന്റെ കാര്യം വരുമ്പോൾ അവിടെ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഡിഗ്രി വേണം. ഇപ്പോൾ ലോ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു വാലിഡ് ആയിട്ടുള്ള ഒരു LLB ഡിഗ്രിയും വേണം, അതുപോലെ തന്നെ ബാർ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അഡ്വക്കേറ്റും ആയിരിക്കണം. അപ്പൊ അതുപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, പിന്നെ അതിന്റെ ഒരു ഏജ് ലിമിറ്റ് എത്രയാണ്, പിന്നെ എക്സാം പാറ്റേൺ അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. IBPS PO ക്ലർക്ക് പോലത്തെ എക്സാം പോലെയല്ല. SO എക്സാം എന്ന് പറയുമ്പോൾ അത് ആ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം, പിന്നെ ഇതിന്റെ അപ്ലിക്കേഷൻ ഫീയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് ഡേറ്റ്സിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 21 ജൂലൈ ആണ്. ഞാൻ നേരത്തെ IBPS PO നെ കുറിച്ച് പറഞ്ഞിരുന്നു, അപ്പോഴും പറഞ്ഞിരുന്നു 21 ജൂലൈനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ 21 ജൂലൈ ആണ് SO അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. SO ആയാലും PO ആയാലും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 21 ജൂലൈ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എല്ലാ വീഡിയോയിലും എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലോട്ട് വെക്കരുത്, നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യണം. ഇതിന്റെ പ്രിലിമിനറി എക്സാം നമുക്ക് ഓഗസ്റ്റിൽ പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ് 2026 തന്നെ ഇതിന്റെ പ്രിലിംസ് എക്സാം ഉണ്ടായിരിക്കും. IBPSന്റെയും SBI PO ലെവൽ എക്സാംസും നമുക്ക് ഓഗസ്റ്റിൽ തന്നെയാണ് വരുന്നത്. അതോടുകൂടി തന്നെ അതിന്റെ കൂടെ തന്നെയായിരിക്കും നമുക്ക് SO എക്സാം ഉണ്ടായിരിക്കുന്നത്. അതേ മന്തിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ PO എക്സാം ആയാലും ക്ലർക്ക് എക്സാം ആയാലും നമുക്ക് അവിടെ ഒരു മെയിൻസ് എക്സാം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ SOന്റെ മെയിൻസ് വരുന്നത് നവംബറിലാണ്. പിന്നെ PO SO എക്സാമിൽ മാത്രമുള്ള ഒരു കാര്യമാണ് ഒരു ഇന്റർവ്യൂ, ഒരു തേർഡ് ടയർ എക്സാം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ വരുന്നത് PO SO ഈ പോസ്റ്റുകളിലാണ്. അപ്പോൾ SOന്റെ ഇന്റർവ്യൂ നമുക്കൊരു നവംബർ ഡിസംബറിലായിട്ടുണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ ഒരു റിസൾട്ട് ഒരു ജാൻ 2027 കൂടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഇതിന്റെ പാർട്ടിസിപ്പേറ്റിംഗ് ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഇങ്ങനെ 11ഓളം ബാങ്കുകളാണ് SO വിളിച്ചിരിക്കുന്നത്. ഇത്രയും ബാങ്ക്സിലേക്കാണ് നിങ്ങൾക്ക് ഒഴിവുകളുള്ളത്. ഇനി നമുക്ക് നമ്പർ ഓഫ് വേക്കൻസിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് വേക്കൻസീസ് ആൻഡ് നമ്പർ ഓഫ് നെയിം ഓഫ് ദ പോസ്റ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ, നിങ്ങളൊരു BSc അഗ്രികൾച്ചർ കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. 190 ഒഴിവുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ HR ഓർ പേഴ്സണൽ ഓഫീസർ എന്ന് പറഞ്ഞ ഈ പോസ്റ്റിൽ 60 ഒഴിവുകളാണുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് IT ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലാണ്. IT ഓഫീസർ നമുക്ക് 301 ഒഴിവുകളാണുള്ളത്. അതുപോലെ തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ലോ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ്, ലോ ഓഫീസറിന് 105 ഒഴിവുകളാണുള്ളത്. പിന്നെ മാർക്കറ്റിംഗ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒരു MBA ഒക്കെ കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നമുക്ക് അവിടെ ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാർക്കറ്റിംഗ് ഓഫീസർ 0 ആണ് വേക്കൻസീസ് ഉള്ളത്. പിന്നെ രാജ്ഭാഷ അധികാരി സ്കെയിൽ 1 എന്ന് പറഞ്ഞ പോസ്റ്റ്, അതിലും 89 വേക്കൻസീസ് ആണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 745 വേക്കൻസീസ് ആണ് IBPS SO 2026 ഉള്ളത്. ഇനി ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പോസ്റ്റും നമുക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 to 30 30 വയസ്സ് വരെ എല്ലാവർക്കും എഴുതാൻ പറ്റും. നമ്മൾ PO വീഡിയോയിലും നമ്മൾ പറഞ്ഞിരുന്നു 30 ആണ് അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിന്റെ ഓരോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. IT ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി, അതല്ലെങ്കിൽ അത് ആ റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഒരു PG ഉള്ള ആളുകളോ, അല്ലെങ്കിൽ DOACC B ലെവൽ എന്ന് പറഞ്ഞ എക്സാം പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ലെവൽ പാസ്സായിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 4 ഇയർ ഡിഗ്രി ഉള്ള ആ സ്പെസിഫൈഡ് അല്ലെങ്കിൽ റിലവന്റ് സ്പെഷ്യലൈസേഷൻ ഉള്ള 4 ഇയർ ഡിഗ്രി ഉള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാം. ഇനി രാജ്ഭാഷ അധികാരി
എന്നുള്ള പോസ്റ്റ്, അത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ആണ്. നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ, ആ പോസ്റ്റിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ആ റെലവൻറ്റ് സബ്ജക്ട്സിൽ PG ഉള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ലോ ഓഫീസർ, ബാച്ചിലർ ഡിഗ്രി ഇൻ ലോ, LLB കഴിഞ്ഞ് അതുകൂടി എൻറോൾ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. എൻറോൾ ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ് ആയിട്ട് ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്ത ഒരാൾക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ HR അല്ലെങ്കിൽ പേഴ്സണൽ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിന് നിങ്ങൾക്കൊരു HR മാനേജ്മെന്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ, ഇൻഡസ്ട്രി റിലേഷൻ ലോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, സോഷ്യൽ വർക്ക്, ലേബർ ലോ, ഇതിലൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓഫീസറിലോട്ട് വരികയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് MBA, MMS ഇതുപോലുള്ള കോഴ്സുകൾ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കും, ഇവിടെ ഒരു ജനറൽ ഡിഗ്രി അല്ല വേണ്ടത്, അവിടെ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ് വേണ്ടത്. അപ്പൊ ആ പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോ ഇത്രയാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാനിത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇനി ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും, ഇതിന്റെ സബ്ജക്ട് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ ശരത് സാർ പറഞ്ഞുതരും. അപ്പോ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ബാക്കി കാര്യങ്ങൾ ശരത് സാർ പറഞ്ഞുതരും. അപ്പോൾ IBPS SOയുടെ ബേസിക് അനലൈസ് രാമൻ സാർ പറഞ്ഞല്ലേ. സോ നമുക്കിനി എക്സാം പാറ്റേണിലേക്ക് പോകാം. അപ്പോൾ IBPS SO എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു PO തന്നെയാണ്, പക്ഷേ സ്പെഷ്യലൈസ്ഡ് PO ആണ് അല്ലേ. അതായത് ചില ഡിഗ്രിക്കാർക്ക് മാത്രമേ അത് അയക്കാൻ പറ്റുള്ളൂ. അപ്പം ശരിക്കും PO നമുക്കറിയാം 3 ടയർ എക്സാം ആണ്. നമ്മൾ SBAയും IBPS POനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടു കാണും. അപ്പം SOയും ഒരു PO ആയതുകൊണ്ട് തന്നെ അത് 3 ടയർ എക്സാം ആണ്. പ്രിലിംസ് ഉണ്ടാവും, മെയിൻസ് ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും. പക്ഷെ അതിന് പാറ്റേണിന് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം എക്സാമിന് അയക്കാനും അതിന് പഠിക്കാനും. ഓക്കെ, നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, പ്രിലിംസ് എന്ന് പറയുമ്പം അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. നമ്മുടെ സാധാ PO പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, പക്ഷേ അതിന്റെ പാറ്റേണിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കറിയാം മെയിൻ ആയിട്ടും 6 ഡിഫറെന്റ് ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അയക്കാമെന്ന് ശ്രാവൺ സാർ പറഞ്ഞിരുന്നല്ലോ. അതിൽ IT ഓഫീസർ, അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ, HR ഓഫീസർ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ, ഇവർക്ക് 4 പേർക്കും, അതായത് ഈ 4 പോസ്റ്റിലേക്കുള്ള അയക്കുന്നവർക്കാണെങ്കിൽ ആക്ച്വലി സെയിം ടൈപ്പ് പ്രിലിംസ് എക്സാം ആണ്. ഓക്കെ, അതായത് IT ഓഫീസർ, അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ, HR ഓഫീസർ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ, ഇവർക്ക് 4 പേർക്കും ഒരേ ടൈപ്പ് എക്സാം ആണ്, പ്രിലിംസ് എക്സാം ആണ്. എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ POയുടെ പ്രിലിംസ് എങ്ങനെയാ? 1 hour എക്സാം ആണ്. POയുടെ ക്ലർക്ക് ആണെങ്കിൽ 1 hour എക്സാം ആണല്ലേ. പക്ഷെ ഇവിടെ പ്രിലിംസ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു 80 മിനിറ്റ് ആണ്. 1 hour and 20 minutes ഉണ്ട് എക്സാം. അതിന്റെ സിലബസ് നോക്കിയേ, സിലബസും വ്യത്യാസമുണ്ട്. സാധാ പ്രിലിംസിൽ നമുക്കറിയാം റീസണിങ്, ഇംഗ്ലീഷ്, ക്വാണ്ട്, ഇത് 3 ഉള്ളൂ. ഇവരുടെ എക്സാമിലേക്ക് വരാൻ നേരത്തെ, അതായത് ഈ 4 പോസ്റ്റിലേക്കും IT, അഗ്രികൾച്ചർ, HR ആൻഡ് മാർക്കറ്റിംഗ്, ഈ 4 പോസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ട്, സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, സെഷണൽ കട്ട് ഓഫ് ഉണ്ട്. ശ്രദ്ധിക്കണം, സെഷണൽ ടൈമിങ്ങും കട്ട് ഓഫ് ഉണ്ട്. ഓക്കെ, അപ്പം ഇംഗ്ലീഷിലേക്ക് വരുവാണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 25 മാർക്കുമാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് 20 മിനിറ്റ്. റീസണിങ്ങും 25 ക്വസ്റ്റ്യൻ 25 മാർക്ക് 20 മിനിറ്റ്. ക്വാണ്ടും 25 ക്വസ്റ്റ്യൻ 25 മാർക്ക് 20 മിനിറ്റ്. 4ാമത്തെ ഒരു സെക്ഷൻ ഉണ്ട്, അത് പ്രൊഫഷണൽ നോളജ്. അതായത് ഈ ഒരു ഡിഗ്രി നമുക്കറിയാമല്ലോ, അതായത് IT ഓഫീസർക്കും അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർക്കും HR-നും മാർക്കറ്റിംഗിനും ഏത് ഡിഗ്രിയാണ് വേണ്ടതെന്ന് അറിഞ്ഞല്ലോ. അപ്പം ആ ഡിഗ്രി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും, ആ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് 25 ക്വസ്റ്റ്യൻ, പക്ഷെ അതിന്റെ മാർക്ക് 50 മാർക്കാണ്. അപ്പം നമുക്ക് മനസ്സിലായി കാണും ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഈ പ്രൊഫഷണൽ നോളജ് എന്ന ടോപ്പിക്കിനാണ്. ഓക്കെ, ആ ഒരു സെക്ഷനാണ് 50 മാർക്കുണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ചുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൊത്തം 100 ക്വസ്റ്റ്യൻ തന്നെയാണ്. സാധാ പ്രിലിംസിന് വരുന്ന പോലെ 100 ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ടൈമിങ്ങിന് വ്യത്യാസമുണ്ട്. 80 മിനിറ്റ് ആണ്, 4 സെക്ഷന് 20 മിനിറ്റ് 80 മിനിറ്റ് ആണ്. എന്നാൽ മാർക്ക് 125 ആണ്. ആ എക്സ്ട്രാ 25 എവിടെ നിന്ന് വന്നു? നമ്മുടെ പ്രൊഫഷണൽ നോളജിൽ നിന്ന് വന്നു. ക്ലിയർ അല്ലേ? അതാണ് നമ്മളുടെ ഈ 4 പോസ്റ്റ്, IT, അഗ്രികൾച്ചർ, HR ആൻഡ് മാർക്കറ്റിംഗിന്റെ എക്സാമിന്റെ പാറ്റേൺ. ഓക്കെ, ഇനി ബാക്കി 2 പോസ്റ്റുകൾ, അതായത് ലോ ഓഫീസർ ആൻഡ് രാജ്ഭാഷാ അധികാരി. ഈ പോസ്റ്റിന്റെ പ്രത്യേകത ശ്രാവൺ സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഒരു 1 hour എക്സാം അല്ല, 80 മിനിറ്റ് എക്സാം ആണ്. 1 hour 20 minutes ഉണ്ട്. നമുക്ക് ആ സെക്ഷൻ നോക്കാം. ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇംഗ്ലീഷ് ഉണ്ട് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക് 20 മിനിറ്റ്സ്, അത് സെയിം ആണ്. റീസണിങ്ങും 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക് 20 മിനിറ്റ്സ്. പക്ഷെ വ്യത്യാസം ഇവിടെ ക്വാണ്ട് ഇല്ല, ഇവിടെ പകരമുള്ളത് GA ആണ്, ജനറൽ അവയർനെസ്, സ്പെഷ്യലി ബേസ്ഡ് ഓൺ ബാങ്കിങ്. ക്ലിയർ അല്ലേ? അപ്പം ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കിങ് കറണ്ട് അഫയേഴ്സ്, അതാണ് ഇവിടെ ക്വാണ്ടിന് പകരം. കാരണം ആക്ച്വലി ഇവർക്ക് ക്വാണ്ടിന്റെ ആവശ്യമില്ല. കാരണം ഒന്ന് നിയമവും മറ്റൊന്ന് രാജ്യഭാഷ, നമ്മളുടെ ട്രാൻസ്ലേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് ക്വാണ്ടിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ക്വാണ്ട് വരുന്നില്ല, പകരം ജനറൽ അവയർനെസ് ആണ് ബേസ്ഡ് ഓൺ ബാങ്കിങ്. ഓക്കെ അല്ലേ? ഇനി മറ്റൊന്ന്
നാലാമത്തേത് സെയിം തന്നെയാണ് പ്രൊഫഷണൽ നോളജ്, അതായത് 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്, അതും 20 മിനിറ്റ്. അങ്ങനെ നോക്കുമ്പോൾ അഗെയിൻ 100 ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്നാൽ 125 മാർക്ക് ഉണ്ട്, 80 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രിലിംസിന്റെ ഒരു പാറ്റേൺ പോകുന്നത്. ഇനി മെയിൻസിലേക്ക് വരുമ്പം അതും ഈ പറഞ്ഞ പോസ്റ്റ് അനുസരിച്ച് ഡിഫറെന്റ് എക്സാം ആണ്. മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ പിഒയുടെ മെയിൻസിന്റെ ആ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അതായത് പിഒയുടെ മെയിൻസ് ഒരു ബിഗ് എക്സാം ആയിരുന്നല്ലേ. SBI ആണെങ്കിൽ 3.5 മണിക്കൂർ എക്സാം ആണ്, IBPS ആണെങ്കിൽ 3 മണിക്കൂറോളം പരീക്ഷകളുണ്ട്, ഇൻക്ലൂഡ് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരുന്നു. അതേ കാര്യം തന്നെയാണ് മെയിൻസിലേക്ക് വരുമ്പം ഒബ്ജക്റ്റീവ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. ഇതാ ഇംഗ്ലീഷ്, റീസണിങ്, ക്വാണ്ട്, പ്രൊഫഷണൽ നോളജ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയും നമുക്ക് ഓരോ ജോബിന്റെ ടൈപ്പ് അനുസരിച്ച് എക്സാമിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ നോക്കിയേ, IT ഓഫീസർ, അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ, HR ഓഫീസർ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ. അതായത് ആദ്യമേ പ്രിലിമിനറി സെയിം ആയിരുന്ന 4 കൂട്ടരുണ്ടല്ലോ, അവർക്ക് 4 പേർക്കും ഒരേ ടൈപ്പ് മെയിൻ എക്സാം ആണ്. മെയിൻ എക്സാമിന്റെ പാറ്റേൺ നോക്കിയേ, ഇംഗ്ലീഷ് ഉണ്ടാവും 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ്, ഡ്യൂറേഷൻ 25 മിനിറ്റ്സ്. റീസണിംഗ് ഉണ്ട് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ്, ഡ്യൂറേഷൻ 35 മിനിറ്റ്സ്. ക്വാണ്ട് ഉണ്ട് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ്, ഡ്യൂറേഷൻ 25 മിനിറ്റ്സ്. ഇനി നാലാമത്തേത് നമ്മുടെ പ്രിലിംസ് പോലെ തന്നെ പ്രൊഫഷണൽ നോളജ് ഉണ്ട്. അതും അഗെയിൻ നേരത്തെ പ്രിലിംസിന് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ 50 ക്വസ്റ്റ്യൻസ് 100 മാർക്സ് ആണ്, 40 മിനിറ്റ്സ്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക് വരുമ്പോൾ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 200 മാർക്സ് ആണ്, 125 മിനിറ്റ്സ് ഉണ്ട്. ഓക്കെ, അതായത് 2 മണിക്കൂറും 5 മിനിറ്റും. അപ്പൊ അതും ഒരു വലിയ എക്സാം തന്നെയാണ്. 200 മാർക്കിന്റെ എക്സാം ആണ്, 150ഓളം ചോദ്യങ്ങളും ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞില്ല, നമ്മുടെ മെയിൻസ് എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് കഴിഞ്ഞ തൊട്ട് പുറകെ തന്നെ എന്തുണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന്റെ ആയിരിക്കും. അതായത് നമ്മുടെ പിഒയുടെ സെയിം പാറ്റേൺ തന്നെയാണ് ഏകദേശം ഇതിനും. പിഒക്ക് പ്രൊഫഷണൽ നോളജ് ഇല്ലെന്നേ ഉള്ളൂ, പകരം എന്തായിരുന്നു, GA ആയിരുന്നു. ഇവിടെ GA ഇല്ല, പകരം പ്രൊഫഷണൽ നോളജ് ഉണ്ട്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് ആണ്, അതും 2 ക്വസ്റ്റ്യൻസ് കാണും. പിഒയുടെ സെയിം എക്സാം മാർക്കിംഗ് സിസ്റ്റം ആണ്, 25 മാർക്സ് ആണ്, ഡ്യൂറേഷൻ 30 മിനിറ്റ്സ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ശരിക്കും എക്സാമിന്റെ സമയം മൊത്തം 155 മിനിറ്റ്സ് ആവും. അതായത് 1.5 മണിക്കൂറും 5 മിനിറ്റ്, സോറി 2.5 മണിക്കൂർ 5 മിനിറ്റ്. സോ ഇറ്റ്സ് എ ബിഗ് എക്സാം അല്ലേ, വലിയ എക്സാം ആണ്. അതുപോലെ 225 മാർക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്ക്രിപ്റ്റീവ്, ഇവിടെ പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചർ ആണ്, എന്നാൽ ഡിസ്ക്രിപ്റ്റീവ് ഒരു ക്വാളിഫയിങ് നേച്ചർ അല്ല. നമുക്ക് ക്ലിയർ ആണെങ്കിൽ മെയിൻസിന്റെ മാർക്കിന്റെ കൂടെ ഡിസ്ക്രിപ്റ്റീവിനും നല്ല മാർക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയാനുള്ള, നമ്മൾ ആക്ച്വലി 4 പേരുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത് മെയിൻസിന്റെ കേസിൽ. ഇനി മറ്റ് 2 പേര്, ഇവർക്ക് ലോയും അതുപോലെ എന്തായിരുന്നു, ലോയും പിന്നെ രാജ്യഭാഷ അധികാരിയും. ഇതിൽ ഇവർക്ക് പ്രിലിംസ് സെയിം ആയിരുന്നു, എന്നാൽ മെയിൻസിലേക്ക് വരുമ്പം ഇവർക്ക് സെയിം അല്ല. ലോ ഓഫീസർക്ക് ആക്ച്വലി ഒരു സ്പെഷ്യൽ മെയിൻ എക്സാം ആണ്. അങ്ങോട്ട് വരാൻ നേരത്തേക്കും നമുക്കറിയാം ഇംഗ്ലീഷ് ഉണ്ട് 30 ക്വസ്റ്റ്യൻ 30 മാർക്സ് 25 മിനിറ്റ്സ്. റീസണിംഗ് ഉണ്ട് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് 35 മിനിറ്റ്സ്. എന്നാൽ ഇവർക്ക് ക്വാണ്ട് അല്ല ഉള്ളത്, പകരം എന്താണ്, അഗെയിൻ നമ്മൾ നേരത്തെ പ്രിലിംസിന് എന്താണ് അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ബേസ്ഡ് ഓൺ ബാങ്കിങ്. ഓക്കെ അല്ലേ? അതും 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ് 20 മിനിറ്റ്സ്. നാലാമത്തേത് പ്രൊഫഷണൽ നോളജ്, അഗെയിൻ ലൈക്ക് പ്രിലിംസ്, എന്താണ് 50 ക്വസ്റ്റ്യൻസ് 100 മാർക്സ് 45 മിനിറ്റ്സ്. അങ്ങനെ നോക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടോട്ടലി നോക്കുമ്പോൾ 200 മാർക്കിനാണ്, 125 മിനിറ്റ് ഉണ്ട്, 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഡിസ്ക്രിപ്റ്റീവ് ഇവിടെ ഉണ്ട്, ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് എന്താണ്, ഇംഗ്ലീഷ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ക്വാണ്ട് അല്ല, പകരം GA ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെയ്യും തന്നെ. ഡിസ്ക്രിപ്റ്റീവ് ഇതുപോലെ ഇംഗ്ലീഷ് ആണ്, 2 ക്വസ്റ്റ്യൻസ് കാണും, 25 മാർക്ക് ഉണ്ട്, 30 മിനിറ്റ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ 155 മിനിറ്റ്സിന്റെ ഒരു വലിയ എക്സാം ആണ്. അതുപോലെ മാക്സിമം മാർക്ക് വരുമ്പോൾ 225 ആണ്. ഓക്കെ അല്ലേ? ഇനി മറ്റൊന്ന് രാജ്യഭാഷ അധികാരി. രാജ്യഭാഷ അധികാരിക്കും ഇതുപോലെ സ്പെഷ്യൽ മെയിൻ എക്സാം ആണ്. അത് വരാൻ നേരത്തേക്കും ഇംഗ്ലീഷ് ഉണ്ട് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ് 25 മിനിറ്റ്സ്. റീസണിംഗ് ഉണ്ട് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് 35 മിനിറ്റ്സ്. ഇവിടെയും GA സ്പെഷ്യലൈസ്ഡ് ഇൻ ബാങ്കിങ്, എന്താണ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ് 20 മിനിറ്റ്സ്. മറ്റൊന്ന് പ്രൊഫഷണൽ നോളജ്, അതും 50 ക്വസ്റ്റ്യൻസ് 100 മാർക്സ് 45 മിനിറ്റ്സ്. ആക്ച്വലി പ്രിലിംസുമായിട്ട് വലിയ വ്യത്യാസമില്ല പാറ്റേണിൽ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ടോട്ടൽ നോക്കുവാണെങ്കിൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 200 മാർക്കാണ്, 125 മിനിറ്റ്സ് ഉണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിസ്ക്രിപ്റ്റീവിലാണ് വ്യത്യാസം. ശ്രദ്ധിക്കണം, രാജ്യഭാഷ അധികാരി എക്സാമിന്റെ മെയിൻസിന്റെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് അല്ല. ബാക്കിയുള്ള 5 പോസ്റ്റുകൾക്കും ഇംഗ്ലീഷ് ആണ്, എന്നാൽ രാജ്യഭാഷ അധികാരി ഡിസ്ക്രിപ്റ്റീവ് വരുന്നത് അത് ആക്ച്വലി പ്രൊഫഷണൽ നോളജ് ആണ്. ഓക്കെ, മാർക്കിംഗ് സിസ്റ്റം സെയിം തന്നെയാണ്, 2 ക്വസ്റ്റ്യൻ കാണും, 25 മാർക്ക് ആയിരിക്കും, 30 മിനിറ്റ് ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 155 മിനിറ്റ്സ് ആയിരിക്കും ടോട്ടൽ ഡ്യൂറേഷൻ, 225 മാർക്സ് ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്ക്രിപ്റ്റീവ് ക്വാളിഫയിങ് നേച്ചർ അല്ല, അതിന്റെ മാർക്ക് കൗണ്ട് ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പം
ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മെയിൻ എക്സാമിനും സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്ഷണൽ ഈച്ച് ടോപ്പിക്കിനും നിങ്ങൾ ക്ലിയർ ചെയ്യണം. മെയിൻ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്ലിയർ ആയവരുടെ ഡിസ്ക്രിപ്റ്റീവ് മാത്രമേ നോക്കുകയുള്ളൂ, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ് ക്ലിയർ ആയ ഒരു കുട്ടിയുടെ ഡിസ്ക്രിപ്റ്റീവ് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ, ഡിസ്ക്രിപ്റ്റീവ് മാർക്ക് കൗണ്ട് ചെയ്യുന്നതാണ്. സോ സെക്ഷണൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം, ഓറൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം, ഡിസ്ക്രിപ്റ്റീവിന്റെയും കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം. ഓക്കെ അല്ലേ? ഇതെല്ലാം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ഇന്റർവ്യൂ വരുന്നത്, അത് phase 3 ആയിട്ട്. ഓക്കെ, പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും, 0.25 ആണ്, അത് 1/4 ആണ് നെഗറ്റീവ് മാർക്കിംഗ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം പ്രിലിംസിൽ നമുക്ക് ഈ പ്രൊഫഷണൽ നോളജിനകത്ത് കണ്ടായിരുന്നു ചിലതിൽ 25 ക്വസ്റ്റ്യൻസ് 50 മാർക്സ് എന്നൊക്കെ. അപ്പൊ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് കിട്ടും. അവിടെയും 1/4 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 0.5 മാർക്ക് നഷ്ടമാവും നെഗറ്റീവിന്. ഓക്കെ, എന്നാൽ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചുള്ളതിനൊക്കെ 0.25 പോവുള്ളൂ. ക്ലിയർ അല്ലേ? പിന്നെ ഹൗ ടു അപ്ലൈ എന്നുള്ളത് ഓൾറെഡി സാർ പറഞ്ഞ കാര്യം തന്നെയാണ്. ജൂലൈ 1 IBPS PO നോട്ടിഫിക്കേഷൻ വന്ന അന്ന് തന്നെ ഇതും വിളിച്ചിരുന്നു. 21 വരെ, ജൂലൈ 21 വരെ സമയമുണ്ട്. സോ ഇനിയും സമയമുണ്ടെന്ന കാര്യം കരുതിയിരിക്കരുത്. കാരണം വെബ്സൈറ്റ് ഇടയ്ക്ക് ഹാങ് ആവാം. കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പേയ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ IBPS വെബ്സൈറ്റ് മാത്രം ശരിക്കും ഓക്കെ ആയാൽ പോരാ, ബാങ്കിങ്ങിന്റെ ഇതോടെ ഓക്കെ ആവേണ്ടതുണ്ട്. ഒരുപാട് പേർക്ക് അവസാന മൊമെന്റിൽ ഫീസ് അടയ്ക്കാൻ പറ്റാതെ അയക്കാൻ പറ്റാതെ ആപ്ലിക്കേഷൻ ഫെയിൽഡ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി അയച്ചവർക്ക് അറിയാം, എന്നാൽ പോലും ആദ്യമായിട്ട് അയക്കുന്നവർക്ക് വേണ്ടി ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചില ഡോക്യുമെന്റ്സ് വേണ്ടതായിട്ടുണ്ട്. ഒന്ന് സ്കാൻഡ് ഫോട്ടോഗ്രാഫ്, പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അതുപോലെ സിഗ്നേച്ചർ, ഡിക്ലറേഷൻ, അതുപോലെ ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി. ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഫോണിൽ ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, കാരണം ഇനി അങ്ങോട്ടുള്ള IBPSന്റെ എല്ലാ കോൺടാക്റ്റും മെയിൻലി ഇമെയിൽ ത്രൂ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആക്റ്റീവ് ആയിരിക്കണം, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അടക്കം. ഓക്കെ അല്ലേ? ഇപ്പം ഇന്റർവ്യൂവിനൊക്കെയാണെങ്കിൽ കോൾ ലെറ്റർ ഒക്കെ മെയിലിൽ കൂടെ വരുള്ളൂ. അതുകൊണ്ട് ഇമെയിൽ ഐ ഡി ആക്റ്റീവ് ആയിരിക്കണം. അതുപോലെ ഫോട്ടോഗ്രാഫ് മാക്സിമം എല്ലാവരും റിസന്റ് ഫോട്ടോഗ്രാഫ് തന്നെ കൊടുക്കാനായിട്ട് നോക്കുക. അതിന് പഴയ ഫോട്ടോ കൊടുക്കാതെ പുതിയ എടുക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ സ്കാൻഡ് ഫോട്ടോഗ്രാഫ് മാത്രം പോരാ, എക്സാമിന്റെ അന്ന് നിങ്ങൾക്ക് ആക്ച്വലി ഒരെണ്ണം ഹോൾ ടിക്കറ്റ് ഒട്ടിക്കാനായിട്ടും അല്ലാതെ 2 കയ്യിൽ കരുതാനായിട്ടും മൊത്തത്തിൽ 3 ഫോട്ടോഗ്രാഫ് വേണ്ടി വരും. ഓക്കെ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. ക്ലിയർ അല്ലേ? സോ ഇനി എക്സാം ഫീസിലേക്ക് വരുമ്പം IBPS PO അതേ ഫീസ് തന്നെയാണ്. ഫോർ ജനറൽ 850 ആണ്. അതുപോലെ SC ST PWBD അവർക്കൊക്കെ 175 ആണ്. സോ നിങ്ങൾ എല്ലാവരും അറിയാമല്ലോ, ഇനിയിപ്പോ നമുക്ക് ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം ആക്ച്വലി ജൂലൈ 8 ആണ് SBPO ലാസ്റ്റ് ഡേറ്റ്, അയക്കാത്തവർ അയക്കാം. അതുപോലെ ജൂലൈ 21 ആണ് IBPS PO IBPS SO ലാസ്റ്റ് ഡേറ്റ്. സോ അയക്കാത്തവർ എത്രയും പെട്ടെന്ന് അയക്കാം. അതുപോലെ ഇനിയും എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാത്തവർ സ്റ്റാർട്ട് ചെയ്യുക പ്രിപ്പറേഷൻസ്. കാരണം നമുക്ക് സമയം തീരെയില്ല. ഓഗസ്റ്റ് മാസം നമുക്ക് മെയിൻലി വരുന്നത് 3 പ്രിലിംസ് വരുവാണ്. അതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആണ്. ആരും ഇത് കാണാതെ പോകരുത്. സോ നിങ്ങൾക്ക് എക്സാം സംബന്ധിച്ച എന്ത് ഡൗട്ടും ഞങ്ങളോട് ഡിസ്കസ് ചെയ്യാം. എക്സാം സ്പെഷ്യൽ ബാച്ചസ് ഓൾറെഡി നമ്മൾ ടൈമിൽ ആരംഭിച്ചു കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു.